Here we will discuss some problems. നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ദ ഫോളോവിങ് സീരീസ്. ഫസ്റ്റ് വൺ 1/1 into 2 into 3 plus 3/2 into 3 into 4 plus 5/3 into 4 into 5 plus 7/4 into 5 into 6 plus etc. Second one 1/1 plus 1/3 plus 1/7 plus 1/15 plus etc. Third one 1/3 plus √2/5 plus √3/7 plus √5/9 plus etc. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ സീരീസിന്റെ AI എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ AN എന്താണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ആ AN എന്ന് പറഞ്ഞ ടേം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ AN എന്ന് പറയുന്നത് nth ടേം ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലെറ്റ് AN be the nth term of the given series, then AN equal to AN എന്ന് പറഞ്ഞത് എങ്ങനെ വരും? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 5 എന്ന് വെച്ചാൽ മുകളിൽ ഓഡ് നമ്പേഴ്സ് ആണ് ഫുള്ള് വരുന്നത്, അല്ലെ? ഓഡ് നമ്പേഴ്സ് ആണ് മുകളിൽ വരുന്നത്. നമ്മൾ ഓഡ് നമ്പറിനെ സാധാരണ n 1 തൊട്ടാ മാറുന്നതെങ്കിൽ n 1 തൊട്ടാ വേരി ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ടേമിനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുക? 2n - 1 ആയിരുന്നു എഴുതുക, അല്ലെ? n 1 ആവുമ്പോൾ 2 - 1 1 കിട്ടി. n 2 ആവുമ്പോൾ 2 × 2 4 - 1 3 കിട്ടി. n 3 ആവുമ്പോൾ 3 × 2 - 1 5 കിട്ടി. അപ്പോൾ ആ ടേമിനെ നമ്മൾ അങ്ങനെ എഴുതി. ഇനി താഴെയുള്ള ടേം എന്താ? ഫസ്റ്റത്തെ നമ്പർ n തന്നെ, n × n + 1 × n + 2. ആ ഫോം തന്നെയല്ലേ വരുന്നത്? ഇവിടെ n എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. 2 + 1 2 + 2, അല്ലെ? അപ്പൊ A എന്ന് പറഞ്ഞത് ഇതാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീക്വൻസ് വേണം. കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സീക്വൻസ് BN വേണം. BN നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? BN നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം? ഇതിന്റെ ഡിനോമിനേറ്ററിൽ എത്ര n ഉണ്ട്? ന്യൂമറേറ്ററിൽ n-ന്റെ പവർ 1 ആണ്. ഡിനോമിനേറ്ററിൽ n-ന്റെ പവർ 1 2 3 ഉണ്ടാവും, അല്ലെ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n³ വരും. ഇവിടെ n-ഉം n-ന്റെ പവർ 1-ഉം ഇവിടെ n-ന്റെ പവർ 3-ഉം ആണ്. അപ്പൊ ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്യുമ്പോൾ ടോട്ടൽ പവർ എത്രയാവും? 2. ഇവിടുത്തെ 2 ആവും. ഇവിടെ ഒരെണ്ണം കൂടെ ക്യാൻസൽ ആയി കളയാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 2 പവറുള്ള അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. BN എന്ന് പറഞ്ഞാൽ 1/n². നമുക്ക് ക്യാൻസൽ ആക്കി കളയാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ 3-ഉം ഇവിടെ 1-ഉം ആവുമ്പോൾ എന്താ, ഒരെണ്ണം ക്യാൻസൽ ആയി ബാക്കി 2 ഉണ്ടാവുള്ളൂ. അപ്പൊ 2 എന്ന് പറഞ്ഞത് താഴെയുള്ളത്. അപ്പൊ അതേപോലത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ എന്തെടുക്കുക? കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫംഗ്ഷൻ എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? therefore ഇങ്ങനെ, ഇത് റൂളൊന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ BN ചൂസ് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതാ. ഇപ്പൊ ലിമിറ്റ് n → ∞ AN/BN കാണാം. n → ∞ AN/BN എന്ന് പറയുന്നത് വരും which is equal to limit n → ∞ 2n - 1/n × n + 1 × n + 2. അപ്പൊ ഡിവൈഡഡ് ബൈ BN എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ × n² ആവും. ഇനി നമ്മൾ ഈ ടേമിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഈ ടേമിൽ നമുക്ക് ഇതിന്ന് n പുറത്തെടുക്കാം. ഇവിടെയുള്ള എല്ലാ ടേമിൽ നിന്നും n പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? ലിമിറ്റ് n → ∞ n² ഇവിടുന്ന് n പുറത്തെടുത്തു. അപ്പൊ n ഈ 2-ന്റെ അവിടുന്ന് n പുറത്തെടുത്ത 2 മാത്രമേ ഉള്ളൂ. പിന്നെ -1/n. ഇവിടുന്ന് നമ്മള് ഇവിടുന്നും n പുറത്തെടുത്തു. അപ്പൊ ടോട്ടൽ n³ ഉണ്ടാവും, അല്ലെ? പിന്നെ ഇവിടെ എന്ത് വരും? 1 + 1/n വരും. അടുത്ത ടൈം 1 + 2/n വരും. അപ്പൊ ഇവിടെ n³ ആണ്. നമുക്ക് ആ n³ കട്ട് ചെയ്ത് കളയാം. ബാക്കി ഇനി n-ന് ലിമിറ്റ് കൊടുക്കാം. n-ന് ∞ കൊടുത്താൽ ഈ ടേം 0 ആവും,
ഈ ടേം 0 ആവും, അതുപോലെ ഈ ടേം 0 ആവും. ബാക്കി എത്ര നമ്പർ ഉണ്ട്? 2/1 × 1, 2/1 which is equal to 2 കിട്ടും. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. 2 which is less than infinity ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore sigma n equal to 1 to infinity bn. നമ്മൾ നോക്കുക bn എന്ന് പറയുന്നത് എന്താ? അപ്പം നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ അത് ലെസ് ദാൻ ഇൻഫിനിറ്റി കിട്ടിയുകൊണ്ട് നമുക്ക് സിഗ്മ ബി എന്നിൻ്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാം. സിഗ്മ ബി എൻ കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ എ എനും കൺവേർജൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളത് നോക്കുക. അപ്പോൾ ഓൾസോ സിഗ്മ n equal to 1 to infinity ബി എൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. അത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ equal to 1 to infinity 1/n². 1/n² എന്ന് പറയുന്നത് ഒരു പി സീരീസ് ആണ് അല്ലേ? which is a p series ആണ് with p equal to 2. 2 എന്ന് പറയുന്നത് p greater than 1 ആണ്. p greater than 1 ആണെങ്കിൽ ഈ സീരീസ് എന്തായിരിക്കും? കൺവേർജന്റ്. അപ്പോൾ നമ്മുടെ സിഗ്മ ബി എൻ കൺവേർജന്റ് ആണ്. അപ്പോൾ ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ്, ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഉണ്ട്. അപ്പോൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് സിഗ്മ n equal to 1 to infinity an is also convergent. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഈ സീരീസ് കൺവേർജന്റ് ആയിട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ സീരീസ്? 1/1 plus 1/3 plus 1/7 plus 1/15 plus. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എ എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിക്കുന്നതിൽ ആണ് കാര്യം. അപ്പൊ ആ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായാലും ഐ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് ഇവിടെ n ആണ് കേട്ടോ. ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ n എന്ന് പറയുന്നത് 1 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മളങ്ങ് ചൂസ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ എ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എൻ നമുക്ക് അല്ലെങ്കിൽ എ ഐ എന്ന് കൊടുക്കാം. അപ്പൊ ലെറ്റ് എ ഐ be the ith term of the given series. Then a എന്ന് പറയുന്നത് എന്ത് വരും? എ എന്ന് പറയുന്നത് ഐ 1 തൊട്ട് വരി ചെയ്യാറ്. ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 7, ഇവിടെ 15. കണ്ടിട്ട് എന്താ തോന്നുന്നേ? 1 ആവുമ്പോൾ 1 വരും, 2 ആവുമ്പോൾ 3 വരും. ഓഡ് നമ്പർ ആണോ? അല്ല, 1, 3 മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 5 വന്നിട്ടില്ല. അപ്പോൾ ഓഡ് നമ്പേഴ്സ് അല്ല. ഓക്കെ, 2ന്റെ പവറുകളിൽ നിന്ന് 1 കുറയ്ക്കുന്നതല്ലേ നോക്കി. ഇത് 2 power 1 minus 1. ഇത് 2 square minus 1, 3. 4 minus 1, 3. ഇവിടെ 2 cube minus 1 അല്ലേ? ആ ഫോമില ഉള്ളത്. അപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞത് എങ്ങനെ എഴുതാം? 1/2 power I minus 1 അല്ലേ? അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടൂലേ നോക്കി. അപ്പൊ അങ്ങനെ നമുക്ക് ഐഡിയ പെട്ടെന്ന് കിട്ടണം, എന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ ബി ഐ എന്ന് പറയുന്നത് എന്തെടുക്കും? ബി ഐ എന്ന് പറയുന്നത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു, നമുക്കറിയാവുന്ന ഒന്നെങ്കിൽ പി സീരീസ് അല്ലെങ്കിൽ ഒരു ജോമെട്രിക് സീരീസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ 2 power ഐന്റെ ടൈമാണ്. അപ്പൊ നമുക്ക് ബി എൻ എന്ന് പറയുന്നത്, ബി ഐ എന്ന് പറയുന്നത് 1/2 power ഐ എടുക്കാം. എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റും അല്ലെ? കമ്പയർ ചെയ്യാൻ പറ്റും. ഏതാ വലുത്? ഈ നമ്പർ ചെറുതാ, ഡിനോമിനേറ്ററിലെ നമ്പർ ചെറുതാ. അപ്പൊ ഇതായിരിക്കും വലുത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ റേഷ്യോ എടുക്കുക. therefore ലിമിറ്റ്
I tends to infinity ai by bi which is equal to limit I tends to infinity 1 by 2 raised to I minus 1 ഡിവൈഡഡ് ബൈ ഞാൻ എഴുതാത്തത് എപ്പോഴും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡിവൈഡഡ് ബൈ എഴുതി കഴിഞ്ഞാലും നമ്മൾ അതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യണം. അപ്പൊ എന്ത് വരും? 2i മുകളിൽ വരും. ബി ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 raised to I മുകളിൽ വരും. ഇനി രണ്ടിടത്തും 2 raised to I കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ ലിമിറ്റ് I tends to infinity 2 raised to I by 2 raised to I 1 by 1 minus 1 by 2 raised to I കിട്ടും അല്ലേ. 2 raised to I 2 raised to I ക്യാൻസലായി. I ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ടേം എന്താവും? ഇൻഫിനിറ്റി ആവും. അപ്പോൾ 1 by ഇൻഫിനിറ്റി 0 ആവും. ഇത് മൊത്തം 0 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടും വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ട് സീരീസും ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ ഇത് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ബി ഐൻ്റെ കൺവേർജൻസ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ബി ഐ കൺവേർ ഇപ്പോൾ ബി ഐ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ബി ഐ ഈക്വൽ ടു 1 by 2 raised to I ആണ് അല്ലേ. 1 by 2 raised to I എന്ന് പറയുന്നതാണ് നമ്മുടെ ബി ഐ എന്ന് പറയുന്നത്. അപ്പോൾ ബി ഐ കൺവേർജൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? സിഗ്മ I ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി ഐ കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 1 by 2 raised to I. ഇതൊരു ജോമെട്രിക് സീരീസ് ആണല്ലോ. 1 by 2 1 by 2 സ്ക്വയർ 1 by 2 ക്യൂബ് അല്ലേ. വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ്. ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടൈം എന്തായിരിക്കും? വിത്ത് എ ഈക്വൽ ടു 1 by 2 ആൻഡ് റേഷ്യോ ആർ ഈക്വൽ ടു ആറും 1 by 2 അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ 1. അതുകൊണ്ട് നമ്മുടെ സീരീസ് ദ സീരീസ് therefore എഴുതി which is less than 1. therefore the series sigma I equal to 1 to infinity bi is convergent. നമ്മൾ ലിമിറ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചോളാം. കൺവേർജന്റ് ഹെൻസ്. പക്ഷെ ഈ സീരീസിന്റെ സമ്മ ആയിരിക്കില്ല കേട്ടോ. ആവണമെന്നില്ല. നമുക്ക് കമ്പയർ ചെയ്യുന്ന എ എന്ന് പറഞ്ഞ സീരീസിന്റെ സം എന്ന് പറയുന്നത്. ഒന്ന് കൺവേർജന്റ് ആണെങ്കിൽ അടുത്ത കൺവേർജന്റ് ആണെന്ന് പറയാം. അതുപോലെ ഒന്ന് ഡൈവേർജന്റ് ആണെങ്കിൽ അടുത്ത ഡൈവേർജന്റ് ആണെന്ന് പറയാം. പക്ഷെ സമ്മ് സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. hence by ratio comparison test the given series sigma I equal to 1 to infinity ai also converges. അപ്പോൾ രണ്ട് ടേമുകൾ കിട്ടി. ഇനി നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്തു വെക്കണം. കാരണം നമുക്ക് എ എന്ന് പറഞ്ഞ ടേം ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ എ എന്ന് പറഞ്ഞത് എങ്ങനെ നമ്മൾ എഴുതും അല്ലേ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നിരിക്കുന്ന ടേം എന്തായിരുന്നു? സീരീസ് ഇതാണ്. 1 by 3 പ്ലസ് √2 by 5 plus √3 by 7 plus √5 by 9 plus etc. ഇവിടെ നോക്കുമ്പോൾ മേലെയുള്ള നമ്പറുകൾ 1ന്റെ 2ന്റെ 3ന്റെ ഇവിടെ 5 ആണ് അല്ലേ. 5 ആണ് ഇവിടെ വരുന്നത്. എനിക്കൊന്ന് ജസ്റ്റ് ഇതിൽ മാറിയതായിരിക്കും കേട്ടോ. സീരീസിൽ നിങ്ങൾ 4 ആയിട്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്യുക.
√4/9 പ്ലസ് എക്സെട്ര. ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ സീരീസ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ 1ന്റെ റൂട്ട്, 2ന്റെ റൂട്ട്, 3ന്റെ റൂട്ട്, 4ന്റെ റൂട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ an ആണ്. let an denote the nth term of the series. then an equal to എന്ത് വരും? a എന്ന് പറഞ്ഞത് മുകളിലുള്ളത് √n divided by താഴെ എന്ത് നമ്പർ വരും? ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 7, 9 എന്ന് വെച്ചാൽ എങ്ങനെയാ കൂടിപ്പോകുന്നേ? ഫസ്റ്റത്തെ ഓഡ് നമ്പേഴ്സ് ആണ്, 1 ഒഴികെയുള്ള ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ 2n - 1 പകരം 2n + 1. n 1 ആവുമ്പോൾ 2 + 1 ശരിയായല്ലോ. 3 2 ആവുമ്പോൾ 4 + 1 5. അപ്പം ആ സീരീസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ പവർ റൂട്ട് എന്ന് വെച്ചാൽ 1/2 ഇവിടുത്തെ പവർ 1 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള പവർ 1/2 ആയി വരും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ 1/2 വരുന്നത് അഥവാ √n അല്ലെ, ഡിനോമിനേറ്ററിൽ 1/2 പവർ വരുന്ന ഒരു സീക്വൻസ് എടുക്കുക. bn = 1/√n. ടേക്ക് bn = 1/√n. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് n → ∞ ചെയ്യും. which is equal to ലിമിറ്റ് n → ∞ a എന്ന് പറഞ്ഞ √n/2n + 1. bn നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. പക്ഷെ ഇത് എഴുതിയാലും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഇത് മുകളിലേക്ക് കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ √n/1 വരും അല്ലെ, √n/1 വരും. which is equal to √n × √n എന്ന് പറയുമ്പോൾ n ആയി മാറും. അപ്പം ലിമിറ്റ് ഇനി താഴെ നിന്ന് ഒരു n നമ്മൾ പുറത്തെടുക്കാം. ലിമിറ്റ് n → ∞ n divided by n × 2 + 1/n. n പുറത്തെടുത്താൽ അത്രയേ ഉള്ളൂ. i n രണ്ടും കട്ടായി പോവും. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 1/∞ എന്താവും? 0 ആവും. ബാക്കി താഴെയുള്ള 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കതൊരു 1/2 എന്ന് വരും അല്ലേ. 1/2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിനേക്കാളും ചെറുതാണ്, പക്ഷെ 0-നേക്കാളും വലുതാന്ന് നമുക്ക് പറയാം അല്ലെ. ഇൻഫിനിറ്റി ചെറുതാണ്, നമുക്ക് അതിനേക്കാളും പറയാൻ പറ്റുന്നത് 0-നേക്കാളും വലുതാണ് എന്തായാലും. ഇൻഫിനിറ്റിയേക്കാളും ചെറുതെന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് അല്ലെ. പക്ഷെ 1/2 എന്ന് പറയുന്നത് നമുക്ക് 0-നേക്കാളും വലുതാണ് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എന്ത് ചെയ്യുക? സിഗ്മ n = 1 to ∞ bn കണ്ടുപിടിക്കാം. bn എന്ന് പറയുന്നത് എന്ത് വരും? സിഗ്മ i n = 1 to ∞ 1/√n. ഇതെന്താ? ഒരു പി സീരീസാ അല്ലേ. അപ്പൊ ബീയിങ് എ പി സീരീസ്. പക്ഷെ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് ഇത് p = 1/2 ആണ്, which is less than 1 ആണ് അല്ലെ. അതെന്തായിരിക്കും? ഈസ് ഡൈവേർജന്റ് ആയിരിക്കും, which is ഡൈവേർജന്റ് ആണ്. അപ്പൊ നമ്മൾ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് സിഗ്മ an എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ്, റേഷ്യോ comparison test, by ratio comparison test, the given series sigma n equal to 1 to infinity an is also divergent. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും അല്ലെ. ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് നിങ്ങൾക്ക് തോന്നും. ലെസ് ദാൻ ഇൻഫിനിറ്റി ആണല്ലോ, അപ്പൊ പിന്നെ നമുക്ക്
കൺവേർജൻ്റ് ആണെന്ന്, പക്ഷേ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിലും നമുക്കിവിടെ ഡൈവേർജൻ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ BN ഡൈവേർജൻ്റ് ആണെങ്കിൽ ANന്റെ സീരീസ് ഡൈവേർജൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ 0-നേക്കാളും ചെറുത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റാണ് നോക്കാനുള്ളത്. ഇത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. അടുത്ത വരുന്ന റേഷ്യോ ടെസ്റ്റാണ്. ഇപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് റേഷ്യോ ടെസ്റ്റാണ്. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റും ഇതായിട്ട് വ്യത്യാസമുണ്ട്. റേഷ്യോ ടെസ്റ്റാണ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് പറയുന്നതാണ് ലെറ്റ് സിഗ്മ AN B AN ആനും ഒരുപോലെ ഇരിക്കുന്നു അല്ലേ. So let sigma AN be an infinite series and suppose that limit n tends to infinity mod AN plus 1 divided by AN equal to R. Then the series converges if R less than 1. Second one, the series diverges if R greater than 1 or R is infinite. And C, the test is conclusive if R equal to 1. എന്ന് വെച്ചാൽ നമ്മൾ സിഗ്മ AN എന്ന് പറഞ്ഞ ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സീരീസ് തരികയെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ലിമിറ്റ് കാണാം. AN+1 എന്ന് പറഞ്ഞാൽ AN എന്ന് പറഞ്ഞാൽ nth ടേം, AN+1 എന്ന് പറഞ്ഞാൽ n+1th ടേം. അപ്പോൾ AN+1th ടേമിൻ്റെയും ANൻ്റെയും AN എന്ന് പറഞ്ഞ ടേമിൻ്റെയും റേഷ്യോ കണ്ടിട്ട് അതിൻ്റെ മോഡുലസ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എടുക്കാം. മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു R എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ Rനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സീരീസ് ഡൈവേർജൻ്റ് ആണോ കൺവേർജൻ്റ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് 1-നേക്കാൾ ചെറിയ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ 1-നേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണെങ്കിൽ നമ്മുടെ സീരീസ് ഡൈവേർജസ് ആയിരിക്കും. ഇനി R 1 ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് നമുക്കിവിടെ റിമാർക്കിൽ തന്നിരിക്കുന്നത്. Remark 1, when R equal to 1, the above test is inconclusive and the series may converge or diverge. അപ്പോൾ സീരീസ് കൺവേർജും ആവാം ഡൈവേർജും ആവാം, പക്ഷെ നമുക്ക് ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല R 1 ആവുന്ന കേസിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്കിതെങ്ങനെയാ ഇത് ശരിയായിരിക്കുമോ നോക്കാം. അപ്പം R 1 ആയിട്ടുള്ള ഒരു 2-3 എക്സാമ്പിൾ നമുക്ക് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സീരീസ് എടുക്കുകയാണ്. 1 + 1/2 + 1/3 + എക്സെട്ര + 1/n + എക്സെട്ര എന്ന് പറഞ്ഞ സീരീസും അടുത്തൊരു സീരീസ് ആൻഡ് 1/1² + 1/2² + എക്സെട്ര + 1/n² + എക്സെട്ര. ഈ രണ്ട് സീരീസ് എടുക്കാം. അപ്പോൾ നമുക്കിതിൽ നോക്കാം ഓരോ സീരീസിൻ്റെ കേസിലും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സീരീസ് എന്ന് പറയുന്നത് 1/1 + 1/2 + ആ സീരീസാണ് അല്ലേ. അപ്പോൾ ഈ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു P സീരീസ് ആണോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു P സീരീസ് ആണ്. P സീരീസ് വിത്ത് P = 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ I = 1 to infinity 1/i raised to 1/i അല്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ I raised to 1 എന്നുള്ള ഫോർമുല. അപ്പോൾ ഇതാണ് ഈ സീരീസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു P സീരീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ വിച്ച് ഈസ് എ P സീരീസ്, ഇത് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. ഈസ് എ P സീരീസ് വിത്ത് P = 1. P 1 ആയാൽ എന്തായിരിക്കും, P സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും അല്ലേ, വിച്ച് ഈസ് ഡൈവേർജൻ്റ്. നമുക്കറിയാം. നമ്മൾ ഈ ടെസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ കൊണ്ടുപോകാം. അപ്പോൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇനി സെക്കൻഡ് വണ്ണിൻ്റെയും കൂടെ നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതൊരു P സീരീസ് ആണ്. സിഗ്മ
I equal to 1 to infinity 1 by I square അല്ലേ. ഇതൊരു പി സീരീസ് ആണ് വിത്ത് പി ഈക്വൽ ടു 2 ആണ്. പി 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. ഇത് കൺവേർജന്റ് ആണെന്ന് പറയാം. പി ഗ്രേറ്റർ ദാൻ 2 ആയതുകൊണ്ട് കൺവേർജന്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന റിസൾട്ടാണ്. ഇനി ഇതിന്റെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ R എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റത്തെ കേസാണ്. അപ്പോൾ ലിമിറ്റ് ഇവിടെ ith ടേം ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ nth ടേം ആയിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a എന്ന് പറയുന്ന ഇവിടെ എന്ത് വരും, an പ്ലസ് 1 ബൈ a എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ മോഡ് കണ്ടില്ലേ, പോസിറ്റീവ് ആണെങ്കിൽ മോഡ് കാണുന്നില്ല. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1th ടൈം എന്തായിരിക്കും, 1 ബൈ n പ്ലസ് 1 ആയിരിക്കും. nth ടൈം 1 ബൈ n ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കാണാൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 1 ബൈ i ആണല്ലോ അല്ലേ, 1 ബൈ i ആണ്. അപ്പോൾ n പ്ലസ് 1th ആണെങ്കിൽ അവിടെ ഐക്ക് പകരം n പ്ലസ് 1 കൊടുത്താൽ മതി. അപ്പം ഇനി ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n ബൈ n പ്ലസ് 1 വരും. അതിൽ നിന്ന് നമുക്ക് n കോമൺ ആയിട്ട് എടുത്തു. n കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു n കോമൺ ആയിട്ട് മേലെ താഴെ എടുത്താൽ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്ത് 1 പ്ലസ് 1 ബൈ n അല്ലേ. ഇനി ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയിപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടി. 6 1 ആണല്ലോ കിട്ടുന്നത്. 6 1 എന്ന് കിട്ടിയിട്ട് ഈ സീരീസ് പക്ഷേ ഡൈവേർജൻ്റ് ആണ്. അടുത്തത് നോക്കാം. അടുത്ത സീരീസിൻ്റെ നോക്കാം. മോഡ് an പ്ലസ് 1 ബൈ an. ഈ ടൈമിൽ an എന്ന് പറയുന്നത് an പ്ലസ് 1 എന്ന് പറയുന്നത് എന്ത് വരും, n പ്ലസ് 1 എന്താ വരിക, 1 ബൈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതാണെങ്കിൽ 1 ബൈ n സ്ക്വയർ. പിന്നെ ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n സ്ക്വയർ ബൈ n പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ലിമിറ്റ് കാണുമ്പോൾ എങ്ങനെ വരും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ n സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. n സ്ക്വയർ കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്യാമല്ലോ, മേലെ താഴെ കട്ട് ചെയ്യാം. ബാക്കി 1 ബൈ 1 പ്ലസ് 1 ബൈ n ഹോൾ സ്ക്വയർ. ഇതിന് n-ന് ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ടേം 0 ആവും. അപ്പോൾ 1 ബൈ 1 സ്ക്വയർ വരും 1. അപ്പോൾ ഇവിടെ 6 ഇവിടെ 1 കിട്ടി, ഇവിടെ 6 1 ആണ്. 6 1 ആണ്. പക്ഷെ ഈ സീരീസ് എന്താണ്, ഡൈവേർജൻ്റ് ആണ്. ഇവിടെ 6 1 കിട്ടിയ ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം, നമ്മുടെ 6 1 കിട്ടിയാൽ ആ സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ 2 എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്. അപ്പം 6 1 ആണെങ്കിൽ നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യരുത്. വേറെ ഏതെങ്കിലും ടെസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അടുത്തൊരു റിമാർക്കാണ്, റിമാർക്ക് 2. The ratio test is often effective when the terms of a series contain factorials of expressions involving n of expression raised to the nth power. എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് nth പവർ വരുന്ന ടേമുകൾക്കും അതുപോലെ ഫാക്ടോറിയൽ ടേമുകൾക്കൊക്കെയാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുക. അതിൽ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പവർ n നമ്മൾ തൊട്ട് പിന്നെ കണ്ടില്ലേ. അപ്പോൾ പവർ n വരുന്ന ടേമുകൾ അതുപോലെ ഫാക്ടോറിയലിൻ്റെ ടേമുകൾക്കൊക്കെ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യും, റേഷ്യോ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആക്കി എടുക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.